പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള ദുഷ്പ്രവൃത്തികളാണ്. പ്രകൃതിക്ക് ദോഷം സംഭവിക്കുമ്പോൾ അത് പ്രതികരിക്കും. ആ പ്രതികരണം ഒരു കാരണവശാലും മാനവ സമൂഹത്തിന് താങ്ങാൻ സാധിക്കുന്നതല്ല. ഈ തിരിച്ചറിവ് മനുഷ്യൻ മനസ്സിലാക്കാതെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ അപ്പാടെ തകിടം മറിച്ചുകൊണ്ട് അവൻ മുന്നോട്ടു പോകുന്നു. ഒരു കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരളമായിരുന്നു. ഇന്ന് പ്രകൃതി ദുരന്തങ്ങളുടെ പ്രഭവസ്ഥാനം കേരളമായിരിക്കുന്നു. ഇക്കഴിഞ്ഞ 2 വലിയ പ്രളയം, ഓഖി ചുഴലിക്കാറ്റ് കൂടാതെ അടിക്കടി ഉണ്ടാകുന്ന കടലാക്രമണം എല്ലാം പ്രകൃതി നമുക്ക് നൽകിയ തിരിച്ചടികളാണ്. നാം പശ്ചിമഘട്ട സഹ്യസാനുക്കളെ എന്നാണോ നശിപ്പിക്കാൻ തുടങ്ങിയത് അന്നുമുതൽ കാലാവസ്ഥയിലും വ്യതിയാനം സംഭവിച്ചു തുടങ്ങി. ഗുജറാത്തിലെ തപ്തി നദി മുതൽ ഇങ്ങേയറ്റം കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഒരു പച്ച ബെൽറ്റാണ് പശ്ചിമ മലനിരകൾ. ഏകദേശം 1500 കിലോമീറ്ററോളം നീളമുള്ള ഈ മലനിരകളിൽ മഴക്കാട്, ചോലവനങ്ങൾ, പുൽമേടുകൾ, പീഠഭൂമികൾ, ഇലപൊഴിക്കും വനങ്ങൾ, കുറ്റിക്കാടുകൾ കൂടാതെ ചെങ്കല്ലിൻ്റെ സാന്നിധ്യവും കാണപ്പെടുന്നു. അപൂർവ ഇനം മത്സ്യങ്ങൾ, പക്ഷികൾ, എണ്ണമറ്റ സസ്തനികൾ തുടങ്ങിയവയുടെ ആവാസകേന്ദ്രം കൂടിയാണ് ഈ മലനിരകൾ. മനുഷ്യന്റെ കയ്യേറ്റം മൂലം ഇന്ന് പല ജീവികളും സസ്യങ്ങളും വംശനാശ ഭീഷണിയിലാണ്. ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കാവേരി, കൃഷ്ണ, ഗോദാവരി, കബനി, ഭവാനി, പമ്പ, പെരിയാർ, ഭാരതപ്പുഴ തുടങ്ങിയ നദികൾ വരണ്ട ഭൂമികളെ ഹരിതാഭമാക്കുന്നു. പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് കേരളത്തെ നിലനിർത്തുന്നത്. പശ്ചിമഘട്ട മലനിരകളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൈതൃക പ്രാധാന്യമുള്ള സ്ഥലത്ത് മനുഷ്യന്റെ കടന്നുകയറ്റം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രൊഫസർ ഗാഡ്ഗിൽ ചെയർമാനായി ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന സ്ഥാപനത്തിലെ പ്രൊഫസറാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജൈവവൈവിധ്യ ശാസ്ത്രജ്ഞനാണ്. പശ്ചിമഘട്ടത്തെ മുഴുവൻ പരിസ്ഥിതി ദുർബല പ്രദേശമായി അദ്ദേഹത്തിന്റെ സമിതി പ്രഖ്യാപിച്ചു. കൂടാതെ പശ്ചിമഘട്ടത്തിലെ വിവിധ മേഖലകളെ 3 തലത്തിലായി അദ്ദേഹം തിരിച്ചു. അതിൽ ആദ്യത്തേത് പാരിസ്ഥിതികമായി അതീവ ലോല പ്രദേശം, രണ്ടാമത്തേത് പാരിസ്ഥിതികമായി ലോല പ്രദേശം, മൂന്നാമത്തേത് പാരിസ്ഥിതികമായി ലോലത കുറഞ്ഞ പ്രദേശം. ഓരോ മേഖലയിലും ജലവിനിയോഗം, കൃഷി, മൃഗപരിപാലനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിലുള്ള ഉത്കണ്ഠകളും പ്രതിസന്ധികളും ദൂരീകരിച്ച് സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ട ഉപാധികൾ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഒരു പ്രധാന ഉപജീവന മാർഗമാണ് കന്നുകാലി വളർത്തൽ. പ്രാദേശിക പരിസ്ഥിതിക്കിണങ്ങുന്ന നാടൻ കന്നുകാലികളെ വളർത്തണമെന്നാണ് ഗാഡ്ഗിലിന്റെ നിർദ്ദേശം. വിവിധ സങ്കര ഇനം കന്നുകാലികളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ദുരന്തങ്ങൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. സങ്കര ഇനങ്ങൾക്ക് ചികിത്സ കൊടുക്കാൻ കർഷകന് വൻ തുക ചെലവാക്കേണ്ടി വരുന്നു. അതേസമയം നാടൻ കന്നുകാലി ഇനങ്ങളെ ചികിത്സിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും കർഷകന് എളുപ്പമാണ്. അതുകൊണ്ട് പാരമ്പര്യ കന്നുകാലി ഇനങ്ങളെ വളർത്താൻ പ്രോത്സാഹനം നൽകുകയും പാലുൽപാദനക്കുറവ് പരിഹരിക്കാൻ ധനസഹായം നൽകണമെന്നുമാണ് ഗാഡ്ഗിൽ പറയുന്നത്. സങ്കര ഇനങ്ങളെ പാടെ ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക കാലാവസ്ഥയുമായി യോജിക്കാത്ത കന്നുകാലി ഇനങ്ങളെ വളർത്തേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഉപയോഗമില്ലാതെ കിടക്കുന്ന പൊതുസ്ഥലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് കാലിത്തീറ്റ പദ്ധതികൾ ആവിഷ്കരിക്കാനും തീറ്റ വസ്തുക്കളായ പുല്ലുകൾ, ചെടികൾ എന്നിവ സംരക്ഷിച്ചു നിർത്താനും റിപ്പോർട്ടിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൽ ഊർജ്ജ ഉൽപാദന പ്ലാന്റുകൾ നിർമ്മിച്ചാൽ ജൈവ ആവാസ വ്യവസ്ഥയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും തെർമൽ പ്ലാന്റുകളിൽ നിന്ന് പുറത്തുവരുന്ന താപക്കാറ്റ് വനങ്ങളെ നശിപ്പിക്കുകയും ജലസ്രോതസ്സുകളെ മലിനീകരിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിലുണ്ട്. പരമ്പരാഗത ഊർജ്ജ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതിപരമായി നദികളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് നദികളുടെ ഉദ്ഭവസ്ഥാനത്ത് അണകെട്ടാൻ പാടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കാലം കഴിഞ്ഞ ഉപയോഗമില്ലാത്ത ഡാമുകൾ പൊളിക്കാൻ ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിക്കുന്നു. വലിയ റോഡുകളും റെയിൽവേ ലൈനുകളും പശ്ചിമഘട്ടത്തിൽ നിർമ്മിച്ചാൽ അത് വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നു. പാരിസ്ഥിതികമായി അതീവ ലോല പ്രദേശം, അതായത് സോൺ 1, അവിടെ എക്സ്പ്രസ് ഹൈവേ, പുതിയ ഹൈവേ ഒന്നും പാടില്ല. പാരിസ്ഥിതികമായി ലോല പ്രദേശം, അതായത് സോൺ 2, കാർഷിക വ്യവസ്ഥകൾക്ക് വിധേയമായി റോഡുകൾ ഉണ്ടാക്കാവുന്നതാണ്.
പാരിസ്ഥിതികമായി ലോലത കുറഞ്ഞ പ്രദേശം, അതായത് സോൺ 3, യാതൊരു ഉപാധിയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നില്ല. നഗരങ്ങളിൽ നിന്നും സുഖവാസത്തിന് മലയോരങ്ങളിലും പുഴയോരങ്ങളിലും രണ്ടാം വീട് പണിയുന്നവർക്ക് തിരിച്ചടിയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. സുഖവാസത്തിനെത്തുന്നവർ ഭൂമിയുടെ ജൈവസമ്പന്നതയെ നശിപ്പിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത്. സോൺ 1-ലും 2-ലും ജൈവ സൗഹൃദപരമായി നിർമ്മാണ സാമഗ്രികളും നിർമ്മാണ ശൈലിയും ഉപയോഗപ്പെടുത്തിയുള്ള ഒരു ബിൽഡിംഗ് നിർമ്മാണ കോഡിന് രൂപം നൽകണമെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. വിനാശകരമായ കൃഷിരീതികൾക്ക് പകരം സുസ്ഥിരമായ കൃഷി സമീപനങ്ങൾ സ്വീകരിക്കാമെന്ന് ഗാഡ്ഗിൽ പറയുന്നു. ഏകവിളത്തോട്ടങ്ങൾക്കു പകരം തദ്ദേശ ഫലവൃക്ഷങ്ങൾ കൂടി വളരുന്ന മിശ്രവിളത്തോട്ടങ്ങളാക്കി മാറ്റാനും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. യൂക്കാലിപ്റ്റസ് പോലെയുള്ള മരങ്ങളുടെ വ്യാപനം തടയണമെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ എൻഡോസൾഫാൻ പോലെയുള്ള കീടനാശിനികൾ നിർത്തലാക്കണമെന്നും അദ്ദേഹം പറയുന്നു. ജനിതക മാറ്റം വരുത്തിയ വിളകൾ സ്വാഭാവിക വിത്തുകളെ ഇല്ലാതെയാക്കും. പ്രകൃതിയിലുള്ള വിളകളിൽ ജനിതകമായി ചില മാറ്റങ്ങൾ വരുത്തി ബൗദ്ധിക സ്വത്തവകാശം സ്ഥാപിക്കുകയും റോയൽറ്റി ഇനത്തിൽ കർഷകരിൽ നിന്ന് വൻതുക ഈടാക്കുകയും ചെയ്യുകയാണ് ബയോടെക്നോളജി. നാടൻ വിത്തിനങ്ങൾ കോർപ്പറേറ്റുകളുടെ സ്വകാര്യ സ്വത്താക്കാനുള്ള കുറുക്കുവഴിയാണ് ജനിതകമാറ്റം സാങ്കേതികവിദ്യ. അതുകൊണ്ട് ജനിതകമാറ്റം വരുത്തിയ വിളകൾ നിരോധിക്കണമെന്നും തദ്ദേശ വിളകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ജൈവവളം പ്രോത്സാഹിപ്പിക്കണമെന്നും ഗാഡ്ഗിൽ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. എല്ലാ സോണിലും അനധികൃത ക്വാറികൾ നിരോധിക്കണമെന്ന് ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിക്കുന്നു. 100 കണക്കിന് ക്വാറികളാണ് പശ്ചിമഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. ആവശ്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയാണ് പലതിനും അനുമതി കൊടുത്തിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി കൈവശം വെച്ച് ലാഭം കൊയ്യുന്ന ഭൂമാഫിയകൾക്ക് തിരിച്ചടിയാണ് ഈ റിപ്പോർട്ട്. നിക്ഷിപ്ത വനഭൂമിക്ക് ചുറ്റും നിശ്ചിത ദൂരപരിധിയിലുള്ള സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന സ്വാഭാവിക വനഭൂമിയാണ് EFL അഥവാ ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഈ ഭൂമിയിൽ ജനവാസം, നിർമ്മാണ പ്രവർത്തനം എന്നിവയ്ക്ക് കർശന നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ESA ഭൂമിയുടെ മേൽനോട്ടം വനം വകുപ്പിനല്ല, ജില്ലാ ഭരണകൂടത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനുമാണ്. കൃഷിഭൂമിയും വാസഭൂമിയും ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. പരിസ്ഥിതി ലോല മേഖലകളുടെ അതിർത്തി അന്തിമമായി നിയന്ത്രിക്കുന്നതും അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അനുവദിക്കണമെന്നും ഗ്രാമവാസികൾക്ക് തീരുമാനിക്കാം. വനഭൂമിയിലോ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥകളിലോ വ്യവസായങ്ങളോ ക്വാറികളോ ആരംഭിക്കണമെങ്കിൽ ജനങ്ങളുടെ സമ്മതം വേണ്ടിവരും. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ മേഖലയെക്കുറിച്ചും ഒരുപാട് പഠനം നടത്തിയ ആളാണ് മാധവ് ഗാഡ്ഗിൽ. കസ്തൂരിരംഗൻ സമിതിയും പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ഏതായാലും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മറ്റു റിപ്പോർട്ടുകളേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് നിസ്സംശയം പറയാം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അവഗണിച്ചതാണ് ഇന്ന് വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ. ഇത് നാം സ്വയം വരുത്തിവെച്ചതാണ്. ഒരിക്കലും നാം പ്രകൃതിയെ നശിപ്പിക്കരുത്. എത്ര അനുഭവങ്ങളുണ്ടായാലും നാം ഒന്നും പഠിക്കുന്നില്ല. സന്തപ്ത കുടുംബങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.